റോഹാക് ട്രക്ക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട്ടിലെ തോൽപ്പെട്ടിയിലെ ഒരു സഫാരി വീഡിയോ ആണ് ഇന്നത്തേത്. വയനാട്ടിലെ 2 സഫാരികളിലൂടെയാണ് നമുക്ക് കാട് കാണാൻ പറ്റുക. ഒന്ന് മുത്തങ്ങയും ഒന്ന് തോൽപ്പെട്ടിയും. മുത്തങ്ങ സഫാരി നമ്മൾ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആനകൾ നിറഞ്ഞ നല്ലൊരു സഫാരിയായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ മറ്റൊരു ഭാഗമായ തോൽപ്പെട്ടിയിലെ സഫാരിയാണ്. രാവിലെ 7:15 തന്നെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. തലേ ദിവസം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നത് കാരണം രാവിലെയും ചെറിയൊരു മൂടിക്കെട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിപ്പം സൂര്യൻ പതുക്കെ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. നമ്മുടെ സഫാരി കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് വലിയൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ അറ്റത്ത് ഒരു മയില് പീലി ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനടുത്തായിട്ട് തന്നെ ഒരു മാനും നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെടുക്കാൻ വേണ്ടി വണ്ടി സ്ലോ ചെയ്ത് ക്യാമറയൊക്കെ പുറത്തെടുത്ത് വന്നപ്പോഴേക്കും ആ മാൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി ഓടിപ്പോകുന്നതാണ് കണ്ടത്. ശ്രദ്ധിച്ചപ്പോഴാണ് ഇവരവിടെ നിൽക്കുന്നത് കണ്ടത്. ഏഷ്യൻ വൈൽഡ് ഡോഗ്സ്. ആ മാൻ ചാടിപ്പോയ ഭാഗത്തേക്ക് അവർ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കാടിന്റെ ആ ഭാഗത്ത് നിന്ന് 2-3 എണ്ണം വേറെയും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവരെയും കണ്ടു നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീപ്പിന്റെ മുന്നിൽ ഞാൻ ചെറിയൊരു അനക്കം ശ്രദ്ധിച്ചത്. 4 വൈൽഡ് ഡോഗ്സ് നമ്മുടെ ജീപ്പ് പോകുന്ന വഴിയിൽ നേരെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഹണ്ടിങ് നടക്കുന്ന ഭാഗത്തേക്കായിരുന്നു നോക്കിയിരുന്നത്. ഇവിടെയും വൈൽഡ് ഡോഗ്സ്, അവിടെയും വൈൽഡ് ഡോഗ്സ്. ആരെ ഷൂട്ട് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ കുളത്തിന്റെ സൈഡിലുണ്ടായിരുന്ന തോലുകൾ മെല്ലെ ഈ വഴിയിൽ നിൽക്കുന്ന തോലുകളുടെ അടുത്തേക്ക് മൂവ് ചെയ്തു തുടങ്ങി. പെട്ടെന്നാണ് ആ ബേർഡ് വന്ന് ധോലിനെ മാറ്റാൻ ശ്രമിച്ചത്. അതൊരു വാർണിംഗ് ആണ്. അതിന്റെ നെസ്റ്റ് എന്തേലും അടുത്തുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ ബിഹേവിയർ കാണിച്ചത്. വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് കുറച്ച് വൈൽഡ് ഡോഗ്സ് പുറത്തേക്ക് വരുന്നത് കണ്ടത്. ഒരു അഡൽട്ടും ബാക്കി പപ്സുമാണ്. ഒരു അഡൽട്ട് വൈൽഡ് ഡോഗ് ആണ് പപ്സിനെ കൊണ്ടുവരുന്നത്. അത് നേരെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. പക്ഷെ ആ പപ്സ് നമ്മുടെ ജീപ്പിനെ കണ്ട് ആകെ കൺഫ്യൂസ്ഡായി. കുറച്ചു നേരം നമ്മുടെ ഭാഗത്തേക്ക് നോക്കി നിന്നു. പിന്നീട് അഡൽട്സിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് എല്ലാ പപ്സും കാടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അഡൽട്സ് ഇപ്പം അവിടെ നിന്ന് ഈ പപ്സിനെ കോൾ ചെയ്യുന്നുണ്ട്. ചെറിയ വിസ്ലിംഗ് സൗണ്ടിലൂടെയാണ് അവർ കോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ദൂരത്തായതുകൊണ്ട് സൗണ്ട് ക്യാമറയിൽ കിട്ടിയില്ല. ആ കോള് കഴിഞ്ഞപ്പോഴേക്കും ഡോൾസ് എല്ലാം വന്ന് റോഡിൽ നിരന്നു നിന്നു. അങ്ങനത്തെ ഒരാള് നമ്മൾ നിൽക്കുന്നത് പോലും മൈൻഡ് ചെയ്യാതെ നമ്മുടെ നേരെ നടന്നു വന്ന് ആ റോഡിന്റെ സൈഡിൽ മെല്ലെ അവിടെ കടന്നു. ഈ വൈൽഡ് ഡോഗിന്റെ കുട്ടികൾ തീരെ ചെറുതായിരിക്കുന്ന സമയത്ത് വൈൽഡ് ഡോഗ്സ് മാംസം കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഈ ഒരു പ്രായമാകുമ്പോൾ അവർ ഹണ്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് അഡൽട്സ് ആയ വൈൽഡ് ഡോഗ്സിന്റെ ഒപ്പം പപ്സും മൂവ് ചെയ്യും. ഹണ്ടിങ് നടക്കുന്ന സ്പോട്ടിലേക്ക് പോകാറില്ല, കുറച്ച് അപ്പുറത്ത് മാറി വെയിറ്റ് ചെയ്യും. ഹണ്ടിങ് കഴിഞ്ഞാൽ യൂഷ്വലി ഇതുപോലെയുള്ള പപ്സ് ആണ് ആദ്യം കഴിക്കുക. പപ്സ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമേ അഡൽട്ടായ വൈൽഡ് ഡോഗ്സ് കഴിക്കുകയുള്ളൂ. ഒരു അഡൽട്ടായ വൈൽഡ് ഡോഗ് 4 കിലോ മീറ്റ് വരെ ഒറ്റയിരിപ്പിന് കഴിക്കും.
ഈ പപ്സിനെ കാണാൻ നല്ല ക്യൂട്ടാട്ടോ. യൂഷ്വലി വളരെ ചെറുതായിരിക്കുമ്പോഴൊന്നും ഈ പപ്സിനെ ഇവർ ഹണ്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാറില്ല. കുറച്ച് വലുതായതുകൊണ്ടും ഓടാൻ പ്രായമായതുകൊണ്ടൊക്കെ ആയിരിക്കണം തൊട്ടപ്പുറത്ത് ഹണ്ടിങ് നടക്കുമ്പോൾ ഇവരിങ്ങനെ വന്ന് നിൽക്കുന്നത്. അവര് വളരെ ക്യൂരിയസ് ആയിരുന്നു അപ്പുറത്ത് നടക്കുന്ന കാര്യം എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അവരാ ഹണ്ടിങ് നടക്കുന്ന ഭാഗത്തേക്ക് തന്നെ കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ജീപ്പ് ശരിക്കും വീഡിയോ എടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഗൈഡ് ശരത്തും ഡ്രൈവറായിട്ടുള്ള രമേശും ഇവർ രണ്ടുപേരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. യൂഷ്വലി ഈ വൈൽഡ് ഡോഗ്സ് ഹ്യൂമൻസിന്റെ പ്രസൻസിൽ ഹണ്ട് ചെയ്യാൻ അത്രത്തോളം ഇഷ്ടപ്പെടാറില്ല. ഹണ്ടിങ്ങിന്റെ കാര്യത്തിൽ ഇവർ വളരെ ഷൈ ആണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ അവർ ഹണ്ടിങ് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ വിഷ്വൽസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ വൈൽഡ് ഡോഗ്സ് യൂറിനേറ്റ് ചെയ്യുന്നത് വളരെ രസകരമായ രീതിയിലാണ്. പിന്നിലെ രണ്ട് കാലും പൊന്തിച്ച് ഇങ്ങനെ ചാടിച്ചാടിയാണ് ഇവർ യൂറിനേറ്റ് ചെയ്യുന്നത്. വൈൽഡ് ഡോഗ്സിന്റെ പാക്ക് ടെറിട്ടറി മാർക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും അവരത് ടൈഗറിനെ പോലെയും ലെപ്പേർഡിനെ പോലെയും കോൺസ്റ്റന്റ് ആയിട്ട് പെട്രോൾ ചെയ്യാറൊന്നുമില്ല. പക്ഷെ അവരുള്ള സ്ഥലത്തൊക്കെ യൂറിനേറ്റ് ചെയ്ത് അവരുടെ പ്രസൻസ് അറിയിക്കാറുണ്ട്. ഈ വൈൽഡ് ഡോഗ്സ് വളരെ സോഷ്യൽ ആയിട്ടുള്ള ഒരു അനിമലാണ്. ഈ വൈൽഡ് ഡോഗിന്റെ പാക്കിൽ ഒരു ആൽഫ മെയിലും ഒരു ആൽഫ ഫീമെയിലും ഉണ്ടാവും. അവർ തമ്മിലാണ് അധികവും ബ്രീഡിങ് നടക്കാറുള്ളത്. പക്ഷെ ഒരു പാക്കിൽ തന്നെ ചിലപ്പോൾ ബ്രീഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഫീമെയിൽസും ഉണ്ടാവാറുണ്ട്. ഈ പാക്കിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫൈറ്റ്സ് ഒന്നും തോലുകൾ തമ്മിൽ ഉണ്ടാവാറില്ല. വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ കാണുന്നത്. അതുപോലെ പപ്സ് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ പാക്കിൽ നിന്ന് പിരിഞ്ഞ് വേറെ പാക്കിൽ പോയി ചേരാറുണ്ട്. അപ്പോഴും വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നും കാണാറില്ല. ഇവര് കെട്ടിമറിയുന്നത് കണ്ടോ? ഇത് ഇവരുടെ ഒരു വേ ഓഫ് ബോണ്ടിങ് ആണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് അത് കണ്ടിരിക്കാൻ.
അവിടെ ഉണ്ടായിരുന്ന ധോലുകളെല്ലാം മെല്ലെ കാടിനുള്ളിലേക്ക് പോകാൻ തുടങ്ങി. ഇപ്പോഴും കാടിനുള്ളിൽ ഹണ്ടിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ വൈൽഡ് ഡോഗ്സിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. നോർമൽ ആയിട്ടുള്ള കോൾസും വിസ്ലിങ്ങും അല്ലാതെ തന്നെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ബൈഫോണിക് വോക്കലൈസേഷൻ എന്ന് പറയുന്ന രീതിയും ഉപയോഗിക്കാറുണ്ട്. കുറച്ച് ആനിമൽസ് മാത്രമാണ് ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. ബൈഫോണിക് വോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിസ്റ്റിങ്ക്റ്റീവ് ഫ്രീക്വൻസിയിൽ, അതായത് ഒരു ലോ ഫ്രീക്വൻസിയിലും ഒരു ഹൈ ഫ്രീക്വൻസിയിലും ഒരേ സമയം സൗണ്ട് പുറപ്പെടുവിച്ച് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. റഷ്യൻ റീസർച്ചേഴ്സ് നടത്തിയ സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഓരോ ഇൻഡിവിജ്വലിനും ബൈഫോണിക് വോക്കലൈസേഷൻ വഴി ഡിസ്റ്റിങ്ക്റ്റീവ് സൗണ്ട്സ് ഉണ്ടായിരിക്കുമെന്നും ആ വഴി ഇവർക്ക് ഏത് ഇൻഡിവിജ്വൽ ആണെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഹണ്ടിങ്ങിൽ ഇതെല്ലാം അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവിടെ ഈ കുളത്തിന്റെ സൈഡിൽ ഇപ്പോഴും കുറച്ച് വൈൽഡ് ഡോഗ്സ് നിൽക്കുന്നുണ്ട്. അവരാ മാൻ ഓടിപ്പോയ ഭാഗത്തേക്കും കാടിനുള്ളിലേക്കും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ചുറ്റും വൈൽഡ് ഡോഗ്സ്. ഈ ധോലുകളും കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി പതിയെ കാടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇവരെ ഷൂട്ട് ചെയ്ത് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഇനി നമുക്ക് ബാക്കി സഫാരി കണ്ടിന്യൂ ചെയ്യാം. രാവിലെ 7 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയുമാണ് ഈ സഫാരിയുടെ ടൈമിംഗ്. ഏപ്രിൽ മാസത്തിലാട്ടോ ഞങ്ങൾ ഈ സഫാരി ചെയ്യുന്നത്. വേനൽ സമയമായിട്ടും ഇവിടെ നല്ല പച്ചപ്പുണ്ട്. അതിവിടെ ഇടയ്ക്ക് ലഭിക്കുന്ന വേനൽമഴ കാരണമാണ്. ധോലുകളെ കണ്ട് അവരുടെ വിഷ്വൽസ് ഒക്കെ എടുക്കാൻ നിന്ന് അത്യാവശ്യം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ അധികം എവിടെയും നിൽക്കാതെയാണ് ഇപ്പോൾ പോകുന്നത്. ആയിരത്തി 1973 വയനാട് വൈൽഡ് ലൈഫ് സെഞ്ചുറിയായി മാറിയത്. പശ്ചിമഘട്ടത്തിലായതുകൊണ്ടും നാഗർഹോല ടൈഗർ റിസർവിന്റെ അടുത്തായതുകൊണ്ടും ഒക്കെ പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന ഏകദേശം എല്ലാ മൃഗങ്ങളെയും ഇവിടെയും കാണാം. മാനന്തവാടി കാട്ടിക്കുളം കൊടക് റോഡിൽ ഒരു 20 കിലോമീറ്റർ വന്നാൽ നമുക്ക് തോൽപ്പെട്ടി എത്താം. മുത്തങ്ങ പോലെ തന്നെ ഇവിടെയും ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. നേരിട്ട് വന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. രാവിലെകളെ അപേക്ഷിച്ച് വൈകുന്നേരങ്ങളിലാണ് തിരക്ക് കൂടുതലെന്ന് ഗൈഡ് പറഞ്ഞു. ഞങ്ങൾ വന്ന സമയത്തും തിരക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കണം.
എനിക്ക് പേഴ്സണലി ഏർലി മോർണിംഗ് ട്രെക്ക് ചെയ്യുന്നതും സഫാരിക്ക് പോകുന്നതും ഒക്കെ വലിയ ഇഷ്ടമാണ്. രാവിലത്തെ കോടയിലും ഇളം വെയിലിലൊക്കെ കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു കൂട്ടം മാന് എന്തോ കണ്ട് പേടിച്ച് ഓടിയതാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. എന്തായാലും നമ്മുടെ ജീപ്പ് കണ്ട് ഓടിയതല്ല. മുന്നത്തെ ജീപ്പ് പോയപ്പോൾ അവർ കാമായി നിന്ന് അവിടെ പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. ഞാനും രോഹിതേട്ടനും എൻ്റെ കസിൻ വിനായകും കൂടിയാണ് ഇന്ന് സഫാരി ചെയ്യുന്നത്. നമ്മുടെ സഫാരി പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ് ടൈഗറിൻ്റെ പക്മാർക്കും. കണ്ടിട്ട് അധിക നേരമായിട്ടുള്ള ടൈഗർ ഇതിലൂടെ പാസ് ചെയ്തിട്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ നമ്മുടെ മുന്നേ പോയ ഏതെങ്കിലും ജീപ്പുകാർക്ക് ഈ സൈറ്റും കിട്ടിയിട്ടുണ്ടാവാം. ഗൈഡ് പറഞ്ഞതും 3 ദിവസം മുമ്പ് ഇവിടെ വെച്ച് ടൈഗറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഞങ്ങൾ നന്നായി നോക്കിയാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ വയനാടൻ കാടുകളിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് സെന്ന. നമ്മൾ മഞ്ഞക്കൊന്ന എന്നും രാക്ഷസക്കൊന്ന എന്നും വിളിക്കുന്ന സസ്യം. മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇത് കണിക്കൊന്നയല്ല കേട്ടോ. ഈ കൊന്ന വിദേശത്ത് നിന്ന് വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. 1980കളിൽ വയനാട് കാടുകൾ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി നട്ടുപിടിപ്പിച്ച ഒരു ചെടിയാണിത്. പക്ഷേ ഇത് ഈ കാടിനെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു അധിനിവേശ സസ്യമാണ്. ഹെക്ടർ കണക്കിന് വനഭൂമിയാണ് ഈ മഞ്ഞക്കൊന്ന കാരണം ഇല്ലാതെ ആവുന്നത്. വയനാടൻ കാടുകളുടെ ആവാസ വ്യവസ്ഥ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സസ്യം. മരങ്ങളെ ഡീബാർക്ക് ചെയ്തും ചെറിയ ചെടികൾ വേരോടെ പറിച്ചു കളഞ്ഞുമൊക്കെ ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ആ വൈൽഡ് ഡോഗ്സിനെ കണ്ട സ്ഥലത്തൊക്കെ ഈ സെന്ന ചെടികൾ കുറേ അധികം നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ വലിപ്പമൊന്നുമില്ലാത്ത ഒരു കുട്ടി മലയണ്ണാനാണ്. രാവിലെ എന്തോ തിന്നുന്നതിന്റെ തിരക്കിലാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയി കണ്ടുപിടിച്ചത് ഒരു ചെറിയ പ്രാണി ഈ കൊന്നമരത്തിനെ ഇല്ലാതാക്കുന്നുണ്ടെന്നാണ്. ഐലൻഡ് പിൻഹോൾ ബോറർ എന്ന പേരുള്ളൊരു പ്രാണി. ഈ പ്രാണി കൊന്നമരത്തിന്റെ തടി തുറന്നു കയറി മുട്ടയിടുകയും ഒരുതരം ഫംഗസ് ഈ ചെടിയിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യുകയും ഈ ഫംഗസ് ഈ മരത്തെ തിന്ന് മൊത്തത്തിൽ ഉണക്കി കളയുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പല വോളണ്ടിയേഴ്സിന്റെ സഹായത്തോടെയൊക്കെ ഈ ചെടി നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പരമാവധി ഈ ചെടിയെ ഈ കാടിൽ നിന്ന് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത് ചെയ്യുന്നത്. ഒരു പരിധി വരെ അത് പല സ്ഥലങ്ങളിലും ഗുണം കണ്ടിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായി ഇപ്പോഴും ഈ ചെടിയിൽ നിന്ന് മുക്തമല്ല വയനാടൻ കാടുകൾ. സഫാരി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു കൂട്ടം ഗ്രേ ലങ്കൂറിനെ കണ്ടു. ഇവരെ ഹനുമാൻ ലങ്കൂർ എന്നും വിളിക്കാറുണ്ട്. ഈ ഗ്രൂപ്പിൽ ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇലകൾക്കൊക്കെ ഇടയിൽ അതിങ്ങനെ ചാടിക്കളിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് വീഡിയോയിൽ കിട്ടിയില്ല. കാടിനുള്ളിലെ സഫാരി കഴിഞ്ഞ് നമ്മൾ റോഡിലേക്ക് കയറുകയാണ്. ഈ റോഡ് നേരെ നമ്മുടെ സഫാരിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തും.
പാർക്കിങ്ങിലേക്ക് എത്തുന്നതോടെ നമ്മുടെ സഫാരി അവസാനിക്കുകയാണ്. ഈ പാർക്കിങ്ങിലാട്ടോ നമ്മൾ രാവിലെ വന്ന് വണ്ടി പാർക്ക് ചെയ്തത്. പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടറുമുണ്ട്. ഇവിടെ സഫാരിയുടെ ടൈമിങ്ങും റേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3 പാക്കേജായിട്ടാണ് ഇവിടുത്തെ സഫാരിയുടെ റേറ്റ് വരുന്നത്. ഞങ്ങൾ 4 പേരുടെ പാക്കേജാണ് എടുത്തത്. അതാണ് മിനിമം. അതിൻ്റെ റേറ്റ് 2100 രൂപയാണ്. പിന്നെ 5 പേരുടെ പാക്കേജും 6 പേരുടെ പാക്കേജും ഒക്കെ അവൈലബിൾ ആണ്. രാവിലെ 15 ജീപ്പും വൈകിട്ട് 15 ജീപ്പും മാത്രമാണ് സഫാരിക്ക് കടത്തി വിടുള്ളൂ എന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. തിരക്കനുസരിച്ച് വണ്ടികളുടെ നമ്പറിൽ വ്യത്യാസം വരാറുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. ഇനി നമ്മൾ തിരുനെല്ലി അമ്പലത്തിലേക്കുള്ള റോഡിലൂടെയാണ് പോകുന്നത്. നേച്ചർ ലവേഴ്സിനും വൈൽഡ് ലൈഫ് ലവേഴ്സിനും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു വഴിയാണിത്. ഞങ്ങൾ വയനാട്ടിൽ വരുമ്പോഴൊക്കെ ഈ റോഡിലൂടെ യാത്ര ചെയ്യാറുണ്ട്. അധികവും ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒക്കെയാണ് വരാറ്. മിക്ക സമയങ്ങളിലും നമ്മൾ ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പം ആനയും കാട്ടിയും കുറേ മാനുകളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ തേടി വന്നതിന് കിട്ടി. ഒരു എലിഫന്റ് ഹേർഡാണ്. ഒന്നിനെ മാത്രമാണ് പുറത്ത് കണ്ടത്. ബാക്കിയുള്ളവർ അതിൻ്റെ ഉള്ളിലുണ്ട്. അവരുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവരനങ്ങുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ആ ആന അത്യാവശ്യം കാമായി നിന്ന് നമുക്ക് കുറെ പോസൊക്കെ തന്നിട്ട് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നത് കണ്ടത്. വളരെ ചെറിയൊരു കുട്ടിയാനയാണ്. അമ്മയാന എപ്പോഴും അതിൻ്റെ മുമ്പിൽ കയറി നിന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനകൾ അത്യാവശ്യം ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചു നേരം നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി. നൈറ്റിൽ ഈ റൂട്ടിലൂടെ പോകുന്ന ഒരു ഫീൽ അതൊരു വേറെ ലെവൽ തന്നെയാണ്. നമ്മുടെ വിഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചുറ്റും എന്തായിരിക്കുമെന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ എപ്പോഴും ഉണ്ടാവും. വളരെ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ഒരു റോഡാണിത്. താല്പര്യമുള്ളവർ തീർച്ചയായും പോകേണ്ട ഒരു റൂട്ടും. ശരിക്കും ഒരു നൈറ്റ് സഫാരിയുടെ പ്രതീതി നിങ്ങൾക്ക് ഈ സ്ഥലത്ത് കിട്ടും. അങ്ങനെ ആനയെ കണ്ട സന്തോഷത്തിൽ ഇനി ഞങ്ങൾ അധികം മുന്നോട്ട് പോകുന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.